ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തി ഈ പ്രാർത്ഥനയിൽ നമ്മെ പങ്കെടുപ്പിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം. അവിടുന്ന് തൻ്റെ വാഗ്ദാനങ്ങൾ അനുസ്മരിക്കുന്ന ദിനമാണ്. കർത്താവ് നമ്മോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഓരോന്നും അവിടെ നിന്ന് നമുക്ക് നടത്തിത്തരും. ഇന്ന് ഒരു വലിയ കാര്യം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. നിന്റെ ശത്രുവിനേക്കാൾ നിന്നെ പ്രബലനാക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക. അവൻ്റെ തിരുവചനം അനുസരിക്കുക. കർത്താവിൻ്റെ കൽപ്പന പാലിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഓരോ വാക്കുകളും നാം അനുസ്മരിക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുന്നത്ര ശക്തി ഉന്നതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കാവശ്യമുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കാവശ്യമായ അത്ഭുതങ്ങൾക്കും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയധികം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോവുകയാണ് നിങ്ങളെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ഇരട്ടി അഭിഷേകം ഇന്ന് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം. വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 105 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടുത്തെ ദാസനായ അബ്രഹാത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുവാൻ ഈ സഹോദരീ സഹോദരങ്ങളെ ഓരോരുത്തരെയും നീ വിളിച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നോളം നീ ഞങ്ങളോട് കൽപ്പിച്ച വാഗ്ദാനങ്ങളെ നീ നിറവേറ്റിയിട്ടുണ്ട്. അനാദികാലം മുതൽ നിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നവയാണ്. കർത്താവേ, മനുഷ്യർ തൻ്റെ വാഗ്ദാനങ്ങളിൽ തൻ്റെ പ്രതിജ്ഞകളിൽ ലംഘനം വരുത്തുന്നു. എന്നാൽ നിന്റെ വാഗ്ദാനം എന്നേക്കും നിലനിൽക്കുന്നു. നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടികൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് കാലതാമസം വരികയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഇന്ന് നീ നിന്റെ കരങ്ങളിൽ സൂക്ഷിക്കണമേ. അവരുടെ മേൽ കരുണ തോന്നി ഇന്ന് അവരുടെ ആവശ്യങ്ങളിൽ നീ തുണയായിരിക്കണമേ. അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കർത്താവേ, ഇരട്ടി അഭിഷേകം ഇന്ന് നൽകണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നടക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതിജീവിക്കാനും ആവശ്യമായ കൃപ ഉന്നതത്തിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ആത്മസംയമനം നൽകി ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാനുള്ള കൃപ നൽകി, ശക്തി നൽകി, സൗമ്യതയോടും ക്ഷമയോടും കൂടെ എല്ലാ കാര്യങ്ങളെയും നോക്കി നടത്താനുള്ള ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷം എന്ന് നീ കാണണമേ. ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ദൈവമേ, ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ ശത്രുക്കളെക്കാൾ ഇവരെ പ്രബലരാക്കണമേ. കർത്താവേ, അങ്ങ് നൽകിയ അത്ഭുതങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുമ്പോൾ, അങ്ങയുടെ വിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുമ്പോൾ, നിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളുടെ മേൽ നടത്തിച്ചു തരണമേ. കർത്താവേ, നീ മഹിമപ്രതാപവാനാണ്. ദൈവമേ, ഉന്നതത്തിൽ വസിക്കുന്ന കർത്താവേ,
സർവശക്തനായ ദൈവമേ, ഭൂമി മുഴുവൻ്റെയും അധിപനായ ദൈവമേ, നിന്റെ കൽപ്പനകൾ ഈ ഭൂമിയിൽ മുഴുവനും വിശ്വാസയോഗ്യമാണ്. കർത്താവേ, നിന്റെ കൽപ്പനകൾ പാലിക്കാൻ ഇന്ന് എനിക്ക് കൃപ തരണമേ. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഈ മക്കളെ ഹൃദയത്തിൽ സന്തോഷം നൽകി, സമാധാനം നൽകി ഇന്നിവരെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് നേരെ നീ നീട്ടുന്ന ഇന്നത്തെ പുതിയ അവസരങ്ങളെ കാണുന്നതിനും അത് നഷ്ടമാക്കാതെ ഉപയോഗിക്കുന്നതിനുമുള്ള കൃപ കൊടുക്കണമേ. കർത്താവേ, നുണ പറയുന്ന നാവുകളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. അബദ്ധങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. ദൈവമേ, നിന്റെ സന്നദ്ധിയിൽ സൗമ്യതയോടെ ക്ഷമയോടെ വർത്തിക്കുവാൻ കൃപ കൊടുക്കണമേ. പ്രകോപനപരമായ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നൽകണമേ. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഇവർ സമാധാനവും സന്തോഷവുമുള്ളവരായിരിക്കുവാൻ ഇരട്ടി അഭിഷേകം നൽകി ഇന്നിവരെ ആശീർവദിക്കണമേ. ഇന്നത്തെ ദിവസം ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ. ഇവർക്കാവശ്യമായ കുടുംബ സമാധാനം നൽകണമേ. ഇവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമേ. ദൈവമേ, ഈ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ ദുഷ്ടതയിൽ നിന്നും ഈ മക്കളെ നീ രക്ഷിക്കണമേ. കർത്താവേ, ഇവർക്കെതിരെ പോരാടുന്ന, ഇവരുടെ ജീവിതം ഫലമില്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈശോയെ, നിന്റെ കാൽപാദത്തിങ്കൽ ഞങ്ങൾ അടിയറവ് വെക്കുന്നു. ദൈവമേ, കരുണ തോന്നി നിന്റെ മക്കളായ ഞങ്ങളെ നീ രക്ഷിക്കണമേ. നിന്റെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കണമേ. നിന്റെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടണമേ. ഇന്ന് ഞങ്ങളെ പൂർണ്ണമായി നീ സംരക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വെളിച്ചം, നിന്റെ മഹത്വം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ, ഭവനത്തിൽ, വസ്തുവകകളിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് നീ ഉദിപ്പിക്കണമേ. നിന്റെ വെളിച്ചം ഞങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ സകല അന്ധകാരങ്ങളിൽ നിന്നും ഞങ്ങളെ നീ പരിപൂർണമായി സംരക്ഷിക്കണമേ. നിന്റെ മഹത്വം ഞങ്ങളിൽ നീ നിറയ്ക്കണമേ. ദൈവമേ, നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാകടാക്ഷങ്ങൾ നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും സന്തോഷകരമായ ദിവസമാകാനും ഫലപ്രദമായ ദിവസമാകാനും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയും ദിവസമാകാൻ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ജോലിയില്ലാത്ത എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. മക്കളുടെ മേൽ നിന്റെ കൃപ കൊടുക്കണമേ. മക്കളുടെ ജോലി, വിവാഹത്തെക്കുറിച്ച് ഓർത്തു വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ പാപക്കറകൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധിയിൽ എപ്പോഴും താഴ്മയുള്ളവരായി, എളിമയുള്ളവരായി കാണപ്പെടുന്നതിന് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഇന്നത്തെ ദിവസം വലിയ നന്മകളാൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ തിരുക്കരങ്ങളിൽ ഏറ്റെടുക്കണമേ. ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ. കർത്താവേ, ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൽ വസിക്കുന്നതിന് ദൈവമേ, ഉന്നതത്തിൽ നിന്നുള്ള കൃപാ കടാക്ഷങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിനക്ക് സംരക്ഷണം നൽകി, വിജയവും മഹത്വവും നൽകി, സൗഖ്യവും വിടുതലും നൽകി നിന്നെ രക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.